ഇത് വരിക്കപ്ലാവിൻ്റെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആ വലിയ ആനയ്ക്ക് ഏകദേശം ഒരു 2.5 അടി പൊക്കമുണ്ട്. എന്താണ് ശരിക്കും ഏഴര പൊന്നാന? പണ്ട് കാലത്ത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ നടക്കി വെച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓരോന്നിലും 1 തുലാൻ സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, തനി തങ്കം. 1 തുലാൻ എന്ന് പറഞ്ഞാൽ 10 കിലോ വരും. പിന്നെ പോയിട്ടൊരു ചെറുതുണ്ട്, അതിനൊരു 5 കിലോ. അങ്ങനെ മൊത്തം ഇത് 75 കിലോ തനി തങ്കത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 7 അരയായിപ്പോയത്? 8ാം ഉത്സവത്തിൻ്റെ അന്ന് അർദ്ധരാത്രി 12 മണിക്കാണ് ഈ ഏഴര പൊന്നാന ദർശനം. മാലോകർക്കെല്ലാം ദർശനം കൊടുക്കുന്നതിനായിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി പ്രതാപിയായിട്ട് മഹാരാജാവായിട്ട് അവിടെ മഹാദേവൻ വാണരുളുന്നു എന്നാണ് പറയുന്നത്. ഉത്സവകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെയാണ് വിശേഷ ദിവസങ്ങൾ? ഏറ്റുമാനൂരപ്പൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പ്രദോഷം തന്നെയാണ്. ഏറ്റുമാനൂരപ്പൻ്റെ ആ മൂലസ്ഥാനം ചെറിയൊരു പറമ്പ് പോലെ ആയിരുന്നു എന്നും, അപ്പോൾ ഒരു പുല്ല് വെട്ടുന്ന സ്ത്രീ അതുവഴി വന്നപ്പോൾ പുല്ല് വെട്ടിയപ്പോൾ ഈ ശിവലിംഗത്തിൽ കൊണ്ടുവന്നും അതിൽ നിന്ന് ചോര വന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. എന്നോട് ഒരു മേൽശാന്തി വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നും ആ ശിവലിംഗത്തിൻ്റെ പുറകിൽ വെട്ടുകൊണ്ട് ആ ഒരു പാടുണ്ട് എന്ന്. നമസ്കാരം. ഐതിഹ്യ പെരുമ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. ഓരോ തൂണും ഓരോ കഥകൾ പറയുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ്. ഈ ആചാരത്തിൻ്റെ പ്രത്യേകതകളും ഐതിഹ്യവും കഥകളുമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ നമുക്കൊപ്പമുള്ളത് പ്രൊഫസർ സരിത അയ്യരാണ്. നമസ്കാരം. നമസ്തേ. നമുക്കറിയാം, എല്ലാവരും ഏറെ ഭക്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഏറെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒന്നാണ് ഏഴര പൊന്നാന എഴുന്നള്ളിപ്പ്. ആ ചടങ്ങിന് സാക്ഷിയാകാൻ പോവുകയാണ് നമ്മൾ. എന്താണ് ശരിക്കും ഏഴര പൊന്നാന? ഇത് പണ്ട് കാലത്ത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ നടക്കി വെച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു ചരിതം എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ വടക്കുംകൂർ ദേശം ആക്രമിക്കാനായിട്ട് പോയ സമയത്ത് ഈ ഏറ്റുമാനൂർ ക്ഷേത്ര സങ്കേതത്തിന് അതുപോലെ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾക്ക് ഒക്കെ ധാരാളം കേടുപാട് സംഭവിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പരിഹാരാർത്ഥം ഈ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ഏഴര പൊന്നാനയെ നടക്കി വയ്ക്കാമെന്നും അതുപോലെ തൊട്ടിക്കയറ് ഇതെല്ലാം നടക്കി വയ്ക്കാമെന്ന് ഒന്ന് വഴിപാട് നേർന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ വഴിപാട് പൂർത്തിയാക്കാൻ അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് അദ്ദേഹം നാട് നീങ്ങി. പിന്നീട് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായിട്ടുള്ള ധർമ്മരാജ എന്ന് പറയുന്ന മഹാരാജാവാണ് ഇതെല്ലാം നടക്കി വെച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് ഈ ഏഴര പൊന്നാന വന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളെല്ലാവരും വളരെ സംശയത്തോടു കൂടി ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് 7 അരയായിപ്പോയത്? ഒരാനയുടെ പകുതി അല്ലെങ്കിൽ ചെറിയ വലിപ്പത്തിലാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വലിപ്പം കുറഞ്ഞു പോയത് ഒരു ആനയ്ക്ക് എന്നറിയോ? ഈ എണ്ണം ഇത്രയും ആയത് പറയുന്നത്, ഇപ്പോൾ 7 അര എന്ന് പറഞ്ഞാൽ 8 എണ്ണം ഉണ്ടല്ലോ, അത് ഈ അഷ്ടദിഗ്ഗജങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അഷ്ടദിഗ്ഗജങ്ങൾ ഭൂമിയുടെ 8 ദിക്കുകളെ പരിപാലിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഒന്നിൻ്റെ പേര് വാമനൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതൊന്ന് ചെറുതായത് എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ഒരു പക്ഷേ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഏഴരശനി അല്ലെങ്കിൽ ആ കഷ്ടകാലം നീങ്ങുന്നതിനായിട്ട് 7 ഗജങ്ങളെ വെച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ തങ്കത്തിൽ പൊതിഞ്ഞ ഗജങ്ങളാണ്. എല്ലാവരും വളരെ എന്താ പറയുക, നമ്മുടെ കണ്ണൊക്കെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണത്. അപ്പോൾ ഇത് മൊത്തം സ്വർണ്ണമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പൊന്നാന എന്നാണല്ലോ പറയുന്നത്, ഏഴര പൊന്നാന. ഇത് വരിക്കപ്ലാവിൻ്റെ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആ വലിയ ആനയ്ക്ക് ഏകദേശം ഒരു 2.5 അടി പൊക്കമുണ്ട്. അതിൽ ആ ചെറിയ ആനയുണ്ടല്ലോ, അരയാന, അതിന് ഏകദേശം ഒരു 1.25 അടി പൊക്കമാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ ആനയിലും, അതായത് വലിയ ആനകളില്ലേ, അത് 7 എണ്ണം ഉള്ളത്, ഓരോന്നിലും 1 തുലാൻ സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, തനി തങ്കം. 1 തുലാൻ എന്ന് പറഞ്ഞാൽ 10 കിലോ വരും. അതായത് അപ്പോൾ ഒരു ആനയ്ക്ക് 10 കിലോ സ്വർണ്ണമുണ്ട്. അപ്പോൾ 7 ആനയ്ക്ക് തനി തങ്കം, അപ്പോൾ 7 ആനയ്ക്ക് 70 കിലോ. പിന്നെ പോയിട്ടൊരു ചെറുതുണ്ട്, അതിനൊരു 5 കിലോ. അങ്ങനെ മൊത്തം ഇത് 75 കിലോ തനി തങ്കത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ, തങ്കം കൊണ്ട്. അപ്പോൾ ഇത്രയും ഒരുപാട് സ്വർണ്ണമുണ്ട്. അപ്പോൾ എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് ഇത് സൂക്ഷിച്ചത്? ഇത് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൗതുകത്തിന് പുറത്ത് പൊതുവെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് ഈ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിച്ച സ്ട്രോങ് റൂമുണ്ട്.
ഇതുപോലത്തെ സ്ട്രോങ് റൂം വളരെ ചുരുക്കമായിട്ടേ കാണാൻ സാധിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ പല അറകളുണ്ട്, 3 താക്കോലുണ്ട്. അതിലൊന്ന് ദേവസ്വത്തിൻ്റെ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ കയ്യിൽ, പിന്നെ ഒന്ന് മറുപടി എന്ന് പറയും, ആ മറുപടിയുടെ കയ്യിലായിരിക്കും, പിന്നെ ഒന്ന് മൂസതുമാരുടെ കയ്യിലായിരിക്കും. ഈ മറുപടി എന്ന് പറയുന്ന പദവിയൊന്നും ഇന്ന് ഇല്ലാ തോന്നുന്നു. എന്താണെങ്കിലും ഇവർ 3 പേരും കൂടെ യോജിച്ച് വന്ന് ഇട്ടാൽ മാത്രമേ നമുക്ക് സ്ട്രോങ് റൂം കടന്ന് ഈ 7.5 പൊന്നാനയുടെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണിത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസം മാത്രമാണ് ഈ 7.5 പൊന്നാന ദർശനം ലഭിക്കുന്നത്. അതത്ര എന്തുകൊണ്ടാണ് ഒരു ദിവസം മാത്രമായത്? അത് ഈ ഏറ്റുമാനൂർ ഉത്സവം എന്ന് പറയുന്നത് 10 ദിവസമാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ആദ്യകാലത്ത്, അല്ലെങ്കിൽ ഇന്നും ശരിക്കു പറഞ്ഞാൽ പ്രാധാന്യം പ്രദോഷ ശിവേലിക്കാണ്. പ്രദോഷത്തിനാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പ്രാധാന്യം. അപ്പോൾ രാജാക്കന്മാരുടെ കാലത്ത് പിന്നീട് ഉത്സവമൊക്കെ നടത്താമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഉത്സവത്തിനിടയ്ക്ക് പ്രദോഷം വന്നാൽ പ്രദോഷ ശിവേലി വേണം നടത്താൻ. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കാഴ്ച ശ്രീബലി നടത്താൻ സാധിക്കില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു ജ്യോതിഷ പണ്ഡിതനായിട്ടുള്ള ഒരു തിരുമേനി, ഒരു നമ്പൂതിരി പറഞ്ഞത്, ഈ കുംഭമാസത്തിലെ തിരുവാതിര ദിവസം ആറാട്ടായിട്ട് 10 ദിവസത്തെ ഉത്സവം നടത്തിയാൽ അടുത്ത 1000 വർഷത്തിൽ ഉത്സവം നടക്കുന്ന 10 ദിവസത്തിനിടയ്ക്ക് പ്രദോഷം വരില്ല എന്ന് അദ്ദേഹം ഗണിച്ച് അദ്ദേഹം അപ്പം പറയുകയാണ് ചെയ്തത്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദോഷം വന്നു കഴിഞ്ഞാൽ, കാരണം ഓരോ 15 ദിവസം കൂടുമ്പോഴും പ്രദോഷം വരും. അപ്പോൾ കാരണം പകുതിയാണല്ലോ. അപ്പോൾ എന്താണ്, പ്രദോഷം നടത്തേണ്ടി വരും, ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ മുടങ്ങും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കമ്പ്യൂട്ടറും ഇതുപോലെയുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത കാലത്ത് ജ്യോതിശാസ്ത്ര സംബന്ധമായിട്ടുള്ള അറിവുകൾ എത്ര കൃത്യമായിട്ട് ഗണിച്ച് പറഞ്ഞു അല്ലേ. ആ ജ്യോതിശാസ്ത്രത്തിനെയും അത് ഗണിച്ച പണ്ഡിതന്മാരെയും ഒന്നും നമുക്ക് നമിക്കാതെ വയ്യ. അപ്പം അതുകൊണ്ട് 1000 വർഷത്തേക്ക് ഏറ്റുമാനൂർ ഉത്സവത്തിനിടയ്ക്ക് പ്രദോഷം വരില്ല എന്നാണ്. അപ്പം അങ്ങനെ 10 ദിവസത്തെ ഉത്സവമാണ്. ആ 10 ദിവസത്തെ ഉത്സവത്തിൽ 8ാം ഉത്സവത്തിൻ്റെ അന്ന് അർദ്ധരാത്രി 12 മണിക്കാണ് ഈ 7.5 പൊന്നാന ദർശനം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളുള്ളത്? അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നത്? അതുണ്ട്. അത് ഈ 8ാം ഉത്സവത്തിൻ്റെ അന്ന് വൈകിട്ടൊരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ 7.5 പൊന്നാനയെല്ലാം സ്ട്രോങ് റൂമിൽ നിന്ന് എടുക്കുന്നത്. ഈ തനി തങ്കമായതുകൊണ്ട് നല്ല തിളക്കമായിരിക്കും, പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ മങ്ങിയൊന്നും പോവില്ല, പുതുക്കമൊന്നും വേണ്ട. ഇപ്പോൾ ഈ ശബരിമലയിലെ കാര്യങ്ങളൊക്കെ വരുന്നില്ലേ, അപ്പോൾ ഇതുകൊണ്ട് എന്താണെങ്കിലും ഇത് തനി തങ്കം തന്നെയാണ്. പൊടിയൊക്കെ ഒന്ന് തുടച്ച് ഏറ്റുമാനൂർ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വെക്കും. ആ സമയത്തും നമുക്ക് വേണമെങ്കിൽ ഈ പൊന്നാനയെ ഒന്ന് കാണാൻ നമുക്ക് സാധിക്കും. അത് കഴിഞ്ഞിട്ട് വിളക്കെഴുന്നള്ളിപ്പിനായിട്ട് ഭഗവാനെ പാണിയൊക്കെ കൊട്ടി പൊന്നിൻ കുടവുമായിട്ട് ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ആ സമയത്താണ് ഈ 7.5 പൊന്നാനയും കൊണ്ടുവരുന്നത്. പൊന്നിൻ കുടം എന്ന് പറഞ്ഞാൽ തനി തങ്കത്തിലുള്ള ഒരു സ്വർണ്ണക്കുടമാണ്. അപ്പോൾ അതിൽ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ, മൂസത് എല്ലാവരും കൂടെ ചേർന്ന് പുറത്തേക്ക് വന്നിട്ട് ആസ്ഥാന മണ്ഡപത്തിലാണ് ഭഗവാനെ കൊണ്ടിരുത്തുന്നത്. അത് ഈ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന വലിയ ചട്ടമുണ്ട്, ആ ചട്ടത്തിലാണ് ശിവേലി വിഗ്രഹം വയ്ക്കുന്നത്. അങ്ങനെ ഈ ആസ്ഥാന മണ്ഡപത്തിൽ കൊണ്ടുവന്ന് ഭഗവാനെ ഇരുത്തും. ഈ ആസ്ഥാന മണ്ഡപം എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നത് വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് ഏറ്റുമാനൂരപ്പൻ ദർശനം കൊടുത്ത സ്ഥലമാണെന്നാണ് ഈ ആസ്ഥാന മണ്ഡപം. അപ്പോൾ അത് ആ ആസ്ഥാന മണ്ഡപം മുഴുവൻ ഈ കുരുത്തോലയും പൂക്കളും തൂക്കുമാലയൊക്കെ ഇട്ട് നല്ല ഹാരങ്ങളൊക്കെ ഇട്ട് അലങ്കരിക്കും. അത് കഴിഞ്ഞ് ഭഗവാനെ ആ വലിയ ചട്ടത്തോടു കൂടി അവിടെ ഇരുത്തും. പിന്നീട് ഒരു നെറ്റിപ്പട്ടമൊക്കെ മുന്നിൽ അലങ്കരിച്ച് വെക്കും. അതിൻ്റെ മുകളിലായിട്ട് ഏറ്റുമാനൂരപ്പന് മുന്നിലായിട്ടായിരിക്കും ഈ അരപ്പൊന്നാനയെ വെക്കുക. എല്ലാ പൊന്നാനകൾക്കും നല്ല വലിയ ഹാരമാലയൊക്കെ ഇടും. ഏറ്റുമാനൂരപ്പൻ്റെ ഇടതുവശത്തായിട്ട് 4 ആനകളെ വയ്ക്കും, 4 പൊന്നാനെ. വലതുവശത്തായിട്ട് 3 ആനകളെയും വയ്ക്കും. പിന്നെ എല്ലായിടവും അലങ്കരിക്കും. അപ്പോൾ ആ 12 മണിയോട് കൂടിയിട്ടാണ് ഇത് നടക്കുക. പിന്നെ ഈ ആസ്ഥാന മണ്ഡപത്തിൻ്റെ വെളിയിലായിട്ട് വലിയ ഒരു ഓട്ടുരുളിയിൽ ഈ പൊന്നിൻ കുടം വയ്ക്കും, കാണിക്ക അർപ്പിക്കുന്നതിനായിട്ട്. വിളക്കുകളെല്ലാം കത്തിക്കും. അതിന് ശേഷമാണ് ഈ 7.5 പൊന്നാന ദർശനം എന്ന് പറയുന്നത്. വിശ്വപ്രസിദ്ധമായിട്ടുള്ള ആ ഏറ്റുമാനൂരപ്പൻ്റെ ദർശനം, മാലോകർക്കെല്ലാം ദർശനം കൊടുക്കുന്നതിനായിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി പ്രതാപിയായിട്ട് മഹാരാജാവായിട്ട് ഈ പൊന്നാനകളുടെ എല്ലാം അല്ലേ, അതെല്ലാം മഹാദേവനെ സ്വീകരിച്ചുകൊണ്ട് മഹാദേവൻ്റെ ആ അഴക് കൂട്ടിക്കൊണ്ട് അവിടെ മഹാദേവൻ വാണരുളുന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്ത് 33 ദേവകൾ അത്രയല്ല ഉള്ളത്, എല്ലാ ദേവന്മാരും അവിടെ സന്നിഹിതരാണ്.
നമുക്ക് തൊഴുതാൽ ഈ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ ഒരു സമയത്ത് ഏറ്റുമാനൂർ എത്താൻ ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. അപ്പോൾ ടീച്ചറുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുട്ടിക്കാലം മുതൽ ഇതിൻ്റെ ഭാഗമായി ഇത് കാണുന്ന ഒരാളാണ്. അപ്പോൾ അപ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി എങ്ങനെയാണ് എന്ന് കൂടി. ഏറ്റുമാനൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ട് എന്തും നമുക്ക് സന്തോഷവും ആനന്ദദായകവുമാണ്. ഭഗവാൻ മഹാരാജാവായിട്ട് വിരാജിക്കുന്ന ആ ഒരു ഭാവം. പക്ഷേ എല്ലാ പ്രാവശ്യവും ഒന്നും ദർശനത്തിന് പോകാൻ പലപ്പോഴും സാധിക്കാറില്ല. ചില സമയം ചില വർഷങ്ങളിൽ പോകാറുണ്ട്. പിന്നെ അസാമാന്യ തിരക്കായിരിക്കും. അവിടെ ആ ഇടി കൂടുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നീട് നമ്മൾ അതിനു മുമ്പ് തന്നെ ക്ഷേത്രത്തിനുള്ളിൽ പോയി ആ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് നമുക്ക് വെച്ചിരിക്കുമല്ലോ, ആ സമയം കാണും. പിന്നെ ആറാട്ടിനെ എഴുന്നള്ളിച്ചിരിക്കുമ്പോൾ കാണും. അതുകൊണ്ട് എല്ലാ വർഷവും ചിലപ്പം ഈ ദർശനം, ഏഴരപ്പൊന്നാന ദർശനം എന്നുള്ള സമയത്ത് അവിടെ പോയി നിൽക്കാൻ സാധിക്കില്ല. മാത്രമല്ല വലിയ കാണിക്കയൊക്കെ സമർപ്പിക്കണമെങ്കിൽ ഏറ്റവും മുന്നിൽ അവിടെ ചെല്ലുകയും വേണം. പിന്നെ ഈ വലിയ കാണിക്കയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു ചെമ്പിൽ ആ തങ്കക്കുടം വെച്ചിരിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ കാണിക്ക സമർപ്പിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ചെങ്ങന്നൂരുള്ള പൊന്നുരുട്ടി കൃഷ്ണൻ ഭണ്ഡാരത്തിലാണ് ഇപ്പോഴത്തെ. അതായത് നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ തന്ത്രം താഴ്മൺ കുടുംബത്തിനാണ്, അറിയാമല്ലോ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ഇദ്ദേഹത്തിനാണ് ആദ്യത്തെ കാണിക്ക ആ പൊന്നും കുടത്തിൽ സമർപ്പിക്കാനുള്ള അവകാശം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ദേവസ്വത്തിലെ ആളുകൾ, മൂസതുമാർ എല്ലാവരും സമർപ്പിക്കും. അങ്ങനെ ഏകദേശം ഒരു 1:30 വരെ ഈ ഏഴരപ്പൊന്നാന ദർശനം ആയിരിക്കും. പിന്നെ അതിന് ശേഷം ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് ചിലപ്പോൾ 9 ആന 7 ആന ഒക്കെ കാണും, ജീവനുള്ള ആന. അതിൽ പൊന്നും കുടയുമായിട്ട്, ഇവിടെ ഏറ്റുമാനൂരപ്പനും പൊന്നും കുടയുണ്ട്. നല്ല പച്ച അലുക്കോടൊക്കെ കൂടിയ മനോഹരമായിട്ടുള്ള ഒരു പൊന്നും കുടയുണ്ട്. അതിൽ ഏറ്റുമാനൂരപ്പനെ എഴുന്നള്ളിക്കും. ആ എഴുന്നള്ളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഏഴരപ്പൊന്നാനെ എല്ലാ ആസ്ഥാന മണ്ഡപത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഇതിലെല്ലാം കാലിൽ 2 വലിയ മുളങ്കമ്പ് തടിയുടെ കമ്പ് ഇല്ലേ, അത് കെട്ടിവെക്കും. എന്നിട്ട് 4 പേര് ചുമലിലാണ് ഇതിനെ എടുക്കുന്നത്. അപ്പോൾ ജീവനുള്ള ആനയുടെ മുകളിൽ ഭഗവാന്റെ വിഗ്രഹം കാണും. അതിൻ്റെ മുന്നിലായിട്ടാണ് ഈ 7 ആനകളെയും തോളിൽ എടുത്തിരിക്കുന്നത്. പണ്ട് ഈ വൈക്കത്തുള്ളവരൊക്കെ ആയിരുന്നു ഇതിന് അവകാശമുണ്ട് എന്ന് പറയുന്ന, അവകാശമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വൈക്കത്തുള്ള ചില ആളുകളാണ് ഇതൊക്കെ എടുത്തിരുന്നത്. ഇപ്പം അത് ഇവിടെയുള്ള ഭക്തജനങ്ങൾ തന്നെയാണ് ഏഴരപ്പൊന്നാനെ എടുക്കുന്നത്. അതിൽ അരപ്പൊന്നാനെ മാത്രം ഒരാളായിരിക്കും എടുക്കുക, തലയിൽ ചുമക്കുമായിരിക്കും ചെയ്യുക. അതേ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ആചാരമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. പിന്നെ എല്ലാവരും തമാശയ്ക്ക് പറയും കുട്ടിയാനയല്ലേ അടങ്ങിയിരിക്കില്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ തീവട്ടിയും ഒക്കെ ആയിട്ട് 3 പ്രദക്ഷിണം ഭഗവാന്റെ കാണും. അപ്പോൾ അതോടുകൂടിയാണ് അന്നത്തെ ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നത്. പിന്നെയും നമുക്ക് ആർക്കെങ്കിലും ഈ ഏഴരപ്പൊന്നാനയെ കാണണമെങ്കിൽ, ഇപ്പോൾ ഏഴരപ്പൊന്നാന ദർശനം എന്ന് പറയുന്ന ഈ ഒരു സമയമാണ് ആസ്ഥാന മണ്ഡപത്തിലുള്ളത്. പിന്നെ ഭഗവാൻ ആറാടിയിട്ട് വരുന്ന സമയത്ത് ഭഗവാനെ എതിരേൽക്കാനായിട്ട് ഈ പൊന്നും കുടയും ഇതെല്ലാം പോകും, ഏഴരപ്പൊന്നാനയൊക്കെ പോകും. എന്നിട്ട് നമുക്കത് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഏഴരപ്പൊന്നാനയുമായിട്ടാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏഴരപ്പൊന്നാനയെ കാണാം. പിന്നീട് ഇത് സ്ട്രോങ് റൂമിലേക്ക് വെക്കും. പിന്നെ ഈ അരപ്പൊന്നാന വിഷുവിൻ്റെ അന്ന് ഗർഭഗൃഹത്തിനുള്ളിൽ ഭഗവാന്റെ മുന്നിൽ അരപ്പൊന്നാനെ മാത്രം കണി കാണാനായിട്ട് വെക്കും. അപ്പം അങ്ങനെയാണ് ഏകദേശം ഏഴരപ്പൊന്നാനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. ഏറ്റുമാനൂരിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി പറയുന്ന ഒന്നാണ് വലിയ വിളക്ക്. ഭഗവാന് മുന്നിലുള്ള ആ വലിയ വിളക്കിൻ്റെ കഥ കൂടി ഒന്ന് പറയാമോ? ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ലിൻ്റെ മുന്നിലായിട്ടുള്ളതാണ് ഈ വലിയ വിളക്ക്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഈ വലിയ വിളക്കിന് എണ്ണ നേരുക എന്ന് പറയുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് ഈ രീതിയിലുള്ള ക്ഷേത്രം പണി തുടങ്ങിയത് 717 കൊല്ലവർഷം 717 പറയുന്നത്. കുംഭമാസം ഒരു 21-ാം തീയതി പണി ആരംഭിച്ചു. ഇവിടെ തന്നെ കല്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ചാണ് 720 ഒരു മീനമാസത്തിൽ 20-ാം തീയതി പൂർത്തിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും കഴിഞ്ഞിട്ട് ഏഴരപ്പൊന്നാനയെ സമർപ്പിച്ചത് 934 ആണ്ട് ഇടവമാസം 12-ാം തീയതി ഒരു വെള്ളിയാഴ്ച ശുഭമുഹൂർത്തത്തിലാണ് ഈ ഏഴരപ്പൊന്നാനയെ നടക്കിരുത്തിയത്.
പക്ഷേ ഈ 720 ആണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സമയത്താണ് ക്ഷേത്രത്തിൻ്റെ പണി തീർന്നത്, കൊല്ലവർഷം. ആ 720 ആണ്ടിൽ ക്ഷേത്രത്തിൻ്റെ പണിയെല്ലാം പൂർത്തിയായിരിക്കുന്ന സമയത്ത് എവിടുന്നോ ഒരു പ്രാകൃതനായിട്ടുള്ള ഒരു മൂശരി ഓട്ടുപണിക്കാരൻ ഈ തൂക്ക് വിളക്കുമായിട്ട് വരികയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല ഭാരമുള്ള ഈ ഒരു വിളക്കുമായിട്ട് വരികയാണ്. ചങ്ങലയിൽ തൂക്കിയിട്ട് വിളക്കുമായിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു, ഇത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് എടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇങ്ങനെ പലരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു, ഇത് സാധാരണ ഏറ്റുമാനൂർ, അപ്പോൾ ഊരാഴ്മയായിട്ടുള്ളവർ പറഞ്ഞു, സാധാരണ ഏറ്റുമാനൂരപ്പൻ ആർക്കും ഒന്നും കൊടുക്കാറില്ല, ഇങ്ങോട്ട് മേടിക്കാറേ ഉള്ളൂ എന്നൊക്കെ തമാശയായിട്ട് പറഞ്ഞു. പിന്നെ വേറൊരാൾ പറഞ്ഞു, ഇത്രയും വലിയ 3 ലിറ്റർ എണ്ണയാണ് ഇതിൽ കൊള്ളുക, അത്രയും വലിപ്പമുണ്ട്, അപ്പോൾ ഇതിലൊക്കെ എന്നും ആർക്ക് എണ്ണ ഒഴിക്കാൻ പറ്റും? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഭഗവാന് സാധിക്കാത്തതായിട്ട് എന്തുണ്ട്, ഭക്തന്മാർ അതിൽ എണ്ണ കൊണ്ടുവന്നോളും. ഇനി ഭഗവാന്റെ ആ ഒരു മഹിമയുണ്ടെങ്കിൽ ചിലപ്പം എണ്ണയും തിരിയും ഒന്നും ഇല്ലാതെ വെള്ളം ഒഴിച്ചാലും ചിലപ്പോൾ ഇത് കത്തും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, ഇത്രയും ഭാരമുള്ളത് ആരെ കൊണ്ടെടുത്ത് തൂക്കാൻ പറ്റും, ഇതെത്ര കാലം ഇതിനെ ഇങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഉറഞ്ഞു തുള്ളി വന്ന് ഒറ്റ കൈ കൊണ്ട്, വലത് കൈ കൊണ്ട് എടുത്ത് ഇത് ബലിക്കൽപ്പുരയുടെ മുന്നിലായിട്ട് സ്ഥാപിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായി, എല്ലാവരുടെയും കണ്ണ് മഞ്ഞളിച്ചു എന്ന് പറയുന്നു. പിന്നീട് നോക്കുമ്പോൾ 5 തിരിയോടുകൂടി ഇത് വളരെ തിളക്കമാർന്ന പ്രഭയോടുകൂടി ഈ വിളക്ക് കത്തുന്നതാണ് കണ്ടത്. അപ്പോൾ ഇന്നും അന്ന് തൊട്ടിത് കെടാവിളക്കാണ്, ഇത് അണഞ്ഞിട്ടേയില്ല. അപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിപാടാണ് ഈ വലിയ വിളക്കിൽ എണ്ണ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിന് മുകളിലൊരു അടപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിരന്തരമായി കത്തിച്ച് ഇത് അങ്ങനെ നമുക്കധികം ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, കാരണം ഇത് കെടാവിളക്കാണ്. അപ്പോൾ അതിൻ്റെ കരി മുകളിലത്തെ അടപ്പിലുണ്ട്. അതെടുത്ത് കണ്ണിൽ എഴുതുന്നത് ഈ നേത്രരോഗങ്ങൾക്കെല്ലാം നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ പുറത്ത് എണ്ണക്കടയുണ്ട്, അവിടെ 200 രൂപ കൊടുത്താൽ നമുക്ക് 5 തിരി തരും. അപ്പോൾ ആ 5 തിരിയുമായിട്ട് നമ്മൾ വലിയ വിളക്കിൻ്റെ അടുക്ക പോയാൽ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം നമുക്ക് ആ കുടത്തിലെ എണ്ണ തരും. ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നമുക്കതിൽ ഒഴിച്ചിട്ട് ഓരോടത്തായിട്ട് നമ്മൾ ആ ക്ലോക്ക് വൈസിലാണല്ലോ ഇടുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ദർശനം പടിഞ്ഞാട്ടാണ്. അപ്പോൾ അവിടെ തൊട്ട് നമ്മൾ തിരിയിട്ട് വന്ന് വിളക്കിൽ തൊട്ട് ഒഴിഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ ഈ എണ്ണ വളരെയധികമാണ് വരുന്നത് അളവ്. അപ്പം അതുകൊണ്ട് ഈ നമ്മൾ ഈ പെട്രോൾ ടാങ്ക് ഒക്കെ ഇല്ലേ ഭൂമിക്കടിയിൽ, അതുപോലെ താഴേക്ക് ട്യൂബിട്ട് ഭൂമിക്കടിയിലാണ് ഇത് മുഴുവൻ എണ്ണ സംഭരിക്കുന്നത്. ധാരാളം ക്ഷേത്രങ്ങളിലേക്ക് ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് എണ്ണയും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് എന്നാണ് പറയുന്നത്, എല്ലാ ഐശ്വര്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ വലിയ വിളക്ക് പോലെ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അത്ര വിശേഷമാണ് ഈ വലിയ വിളക്കിനെ പറ്റി പറയുന്നത്. പൊതുവെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നമുക്ക് ഒരു ഋഷഭം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇവിടെ 2 എണ്ണം കണ്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? അത് ഒന്നാം വടക്ക്, കുറച്ചൊന്ന് വടക്ക് മാറിയിരിക്കുന്നത് ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ഉള്ള ഋഷഭമാണ്. വലതുവശത്തുള്ളതാണ് ഓടുകൊണ്ട് പൊതിഞ്ഞ ഋഷഭം. നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ ചെമ്പകശ്ശേരി, ഇത് കഥ പറയുന്നത് ചെമ്പകശ്ശേരി രാജാവിന് ഒരിക്കൽ ഈ ഉദര രോഗമുണ്ടായി. അപ്പോൾ എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. അപ്പോൾ പൊതുവെ ഏറ്റുമാനൂരപ്പനെ പറ്റി പറയുന്നത് ക്ഷിപ്രപ്രസാദി ആണെന്നാണ്. അപ്പോൾ ഇവിടെ വന്ന് അദ്ദേഹം 41 ദിവസം ഭജന ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം മാറി. അപ്പം അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇവിടെ വിളക്ക് നടത്താമെന്നും അതുപോലെ തന്നെ സദ്യ നടത്താമെന്നൊക്കെ മനസ്സിൽ വഴിപാട് നേർന്നു. പക്ഷെ അന്ന് രാത്രി അദ്ദേഹത്തിന് ഏറ്റുമാനൂരപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ വിളക്ക് സദ്യയൊന്നും വേണ്ട, അതിന് തുല്യമായിട്ടുള്ള സമ്പത്ത് എന്താണോ അത് ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ചെമ്പകശ്ശേരി രാജാവ് അതിന് ആനുപാതികമായിട്ടുള്ള സ്വർണ്ണവും രത്നവും ഒക്കെ ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു. പക്ഷേ അതോടൊപ്പം ഒരു ഈ ഋഷഭത്തിന് ഏകദേശം ഒരു 3.5 അടി നീളമുണ്ട്, ഒരു 2 അടി പൊക്കം, 1.5 അടി 2 അടി പൊക്കമുണ്ട്. അതിന് അത്രയും വലിപ്പമുള്ള ഒരു ഋഷഭത്തിനെയും കൂടെ അവിടെ സമർപ്പിച്ചു. അത് ഈ വെള്ളോട് കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ദ്വാരമുണ്ട്. അപ്പോൾ അതിൽ മുഴുവൻ ഈ ചെന്നല്ലിൻ്റെ വിത്ത് നിറച്ചു. അപ്പോൾ അതിൽ നിന്ന് ഈ ഉദര രോഗമുള്ളവരെ ഒരു നെൽവിത്തെടുത്ത്
കഴിച്ചാൽ ഈ ഉദര രോഗം മാറുന്നതാണ് പറയപ്പെടുന്നത്. ആ സങ്കല്പത്തോടു കൂടിയാണ്, ഭക്തിയോടുകൂടി കഴിച്ചാൽ ഉദരരോഗം മാറുന്നതാണ് പറയുന്നത്. ആ സങ്കല്പത്തോടു കൂടിയാണ് അവിടെ സമർപ്പിച്ചത്. ഇപ്പം അതിനകത്ത് അടിയിൽ കുറച്ച് വല്ലതും കാണും. ഇപ്പം അങ്ങനെ അത് നിറച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഏറ്റുമാനൂരിലേക്ക് വരുന്ന സമയത്ത് പൊതുവെ എല്ലാ ഭക്തർക്കും ഇപ്പം ഈ ഒരു സമയത്ത് നല്ല തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ആ വരേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടി, അല്ലെങ്കിൽ എപ്പോഴെത്തിയാലായിരിക്കും ഈ ദർശനം കാണാൻ എളുപ്പമായിരിക്കുക എന്നുള്ളത് കൂടി. ഏഴരപ്പൊന്നാന ദർശനമോ? ഏഴരപ്പൊന്നാന ദർശനം ഒരു 12 മണി തൊട്ട് ഏകദേശം ഒരു 1:30 മണി വരെ ആയിരിക്കും കാണുക. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇത് പുറത്തേക്ക് എഴുന്നള്ളിക്കാനായിട്ട് എടുക്കും. പിന്നെ ഇത് കമ്പിലൊക്കെ വെച്ച് കെട്ടി വരുമ്പോൾ ഒരു മണിക്കൂർ എടുക്കും. പിന്നെ ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആകും ആനപ്പുറത്തെ എഴുന്നള്ളിപ്പിൻ്റെ മുന്നിലായിട്ട് ഏഴരപ്പൊന്നാന പോകുന്നത്. അപ്പോൾ ഏകദേശം ആ സമയത്തിനുള്ളിൽ നമ്മൾ ദർശനത്തിനായിട്ട് വന്നാൽ സുഖമായിട്ട് നമുക്ക് തൊഴാൻ പറ്റും. കുറച്ച് തിക്കും തിരക്കും കാണും. പിന്നെ അത് കുറച്ച് നിയന്ത്രിക്കാൻ ധാരാളം പോലീസുകാരും എല്ലാം കാണും. അപ്പോൾ ക്ഷമയോടെ നിന്ന് കാണിക്ക സമർപ്പിച്ച് ഭഗവാനെ തൊഴുതിട്ട് നമുക്ക് പോകാൻ സാധിക്കും. ഇപ്പോൾ ഈ ഉത്സവകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെയാണ് വിശേഷ ദിവസങ്ങൾ ഏറ്റുമാനൂരപ്പനെ സംബന്ധിച്ചിടത്തോളം? മഹാദേവനെ സംബന്ധിച്ച് വിശേഷപ്പെട്ട ദിവസങ്ങളെല്ലാം ഏറ്റുമാനൂരിലും വിശേഷപ്പെട്ടതാണ്. നമുക്കറിയാലോ മഹാശിവരാത്രിയൊക്കെ. പക്ഷേ ഏറ്റുമാനൂരപ്പൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പ്രദോഷം തന്നെയാണ്. ആ പ്രദോഷ സന്ധ്യയ്ക്ക് ഭഗവാൻ ആ വൃഷഭവാഹനത്തിൽ ഇരുന്ന് അരുളി മാലോകർക്കെല്ലാം ദർശനം കൊടുക്കുന്നു. പിന്നെ ഭഗവാന്റെ ആ പ്രദോഷ താണ്ഡവ നൃത്തമുണ്ട്. പാർവതീദേവിയുടെ മുന്നിൽ ഭഗവാൻ താണ്ഡവ നൃത്തം ആടുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ ഏറ്റുമാനൂരപ്പനെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ടത് അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റുമാനൂരപ്പനെ പൊതുവെ പറയുന്ന അഘോരമൂർത്തി എന്നാണ്. അതായത് കാലകാലൻ്റെ രൂപമാണ്. അഘോരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശരിക്കും ഘോരമല്ലാത്ത രൂപം എന്നാണ് പറയുന്നത്. ഏറ്റുമാനൂരപ്പൻ്റെ 8 കൈകളോടുകൂടി, 8 കൈകളിലും ആയുധങ്ങളും എല്ലാമായിട്ട് തീക്ഷ്ണമായിട്ടുള്ള അഗ്നിസ്ഫുരിക്കുന്ന കണ്ണുകളോടുകൂടി നമ്മളെ ഏറ്റുമാനൂരപ്പനെ ഭയക്കണമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ക്ഷിപ്രപ്രസാദിയാണ്. അധർമ്മികൾ മാത്രം ഭയന്നാൽ മതി. കാരണം നമ്മളെപ്പോലും ഉപദ്രവിക്കാൻ വരുന്ന അധർമ്മികളെ ഇല്ലാതാക്കുന്ന ഭഗവാന്റെ രൂപമാണ്. അപ്പം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ധർമ്മിഷ്ഠരായിട്ടുള്ളവർ പേടിക്കേണ്ട. കാരണം ഭഗവാൻ ഈ രൂപം എടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ സമാധാനമായിട്ട് ജീവിക്കും? ഭഗവാൻ ഭക്തരോട് ക്ഷിപ്രപ്രസാദിയാണ്. പക്ഷെ അവിടെയും വേണമെങ്കിൽ ചോദിക്കാം, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും എനിക്ക് ആരോടും പ്രിയവും ഇല്ല, ആരോടും ദ്വേഷവും ഇല്ല. അപ്പോൾ പിന്നെ ഏറ്റുമാനൂരപ്പന് ചിലരോട് മാത്രം പ്രിയമുണ്ടോ? അങ്ങനെയല്ല. ഇപ്പോൾ ഒരു അഗ്നിപർവ്വതം ഉണ്ടെങ്കിൽ അതവിടെ തന്നെയാണ്. നമ്മൾ അടുക്കും തോറും ഫലം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ആ ഈശ്വരനോട് അടുക്കും തോറും നമ്മുടെ ഭക്തി ആ കൂടുന്തോറും, ഭഗവാനെ പറ്റി സങ്കല്പിക്കും തോറും, ചിന്തിക്കുന്നോറും അതിനനുസരിച്ച് കൂടുതൽ ഫലമുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഇതാണ് പ്രദോഷമാണ് ഏറ്റവും വിശേഷം. അതുകൊണ്ട് തന്നെ നമ്മൾ ചുവർചിത്രം, ഇവിടുത്തെ ചുവർചിത്രമൊന്നും അത്ര നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. ഒന്ന് അനന്തശയനമുണ്ട്, പിന്നെയുള്ളതാണ് വളരെ വിശേഷപ്പെട്ട പ്രദോഷ താണ്ഡവം. പൊതുവെ അനന്തശയനം നമ്മൾ പലയിടത്തും കാണാറുണ്ട്. പക്ഷേ ഈ പ്രദോഷ താണ്ഡവം, അഘോരമൂർത്തിയുടെ രൂപം ഇവിടെ മാത്രമാണ് വളരെ പ്രത്യേകമായിട്ട് ചുവർചിത്രം കാണുന്നത്. പിന്നെ ഈ പ്രദോഷ താണ്ഡവ നൃത്തവും. അപ്പം അതുകൊണ്ട് പ്രദോഷം ഇവിടെ വളരെ ഏറ്റുമാനൂരപ്പൻ ഏറ്റവും വിശേഷപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ശിവരാത്രിയും തിരുവാതിരയും എല്ലാം വിശേഷപ്പെട്ടത് തന്നെയാണ്. ഈ പ്രദോഷ ദിവസം പ്രത്യേക തരത്തിലുള്ള എഴുന്നള്ളിപ്പുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ? ഋഷഭവാഹനത്തിൽ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് 3 പ്രദക്ഷിണമുണ്ട്. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം. അതെ, അന്ന് എല്ലാവരും അന്നും നല്ല തിരക്കായിരിക്കും ഇവിടെ. പൊതുവെ ഏറ്റുമാനൂരപ്പൻ്റെ പ്രദോഷ ശിവേലി എന്ന് പറഞ്ഞാൽ വളരെ വിശേഷപ്പെട്ടതാണ്. വെള്ളി കൊണ്ട് നിർമ്മിച്ച ഋഷഭവാഹനത്തിൽ ഭഗവാനെ അലങ്കരിച്ചിരുത്തി അന്ന് നാദസ്വരവും അതുപോലെ തന്നെ ചെണ്ടയും ഒക്കെ ആയിട്ടുള്ള പ്രദക്ഷിണം 3 പ്രദക്ഷിണം കാണും. ആദ്യത്തെ പ്രദക്ഷിണം 4 ദിക്കിൽ നിന്ന് നാദസ്വരമൊക്കെ വളരെ വിശദമായിട്ട് വായിച്ച് എല്ലാവർക്കും ഭഗവാൻ ദർശനമൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് ഒരു 8:30 മണിക്ക് ആകും എല്ലാം തീരുമ്പോഴത്തേക്കും, 8:30-8:45. പിന്നെ ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിച്ചിട്ട് പിന്നെ അവസാന പൂജകളും ക്ഷേത്രം അടയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഏറ്റുമാനൂരപ്പൻ്റെ പ്രതിഷ്ഠയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, പ്രത്യേകതകളും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഈ പ്രതിഷ്ഠയ്ക്ക്. പ്രതിഷ്ഠയുടെ പ്രത്യേകതകൾ കൂടി ഒന്ന് പറഞ്ഞു പോകാമോ? അതെന്താണെന്ന് വെച്ചാൽ ഈ വിഗ്രഹം, ഈ ഒരു ശിവലിംഗം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു ഐതിഹ്യം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
കാരണം ഇവിടെ ഈ മൂലസ്ഥാനം ഉണ്ടല്ലോ, ഏറ്റുമാനൂരപ്പൻ്റെ ആ മൂലസ്ഥാനം ചെറിയൊരു പറമ്പ് പോലെ ആയിരുന്നുവെന്നും അവിടെയാണ് ഈ വിഗ്രഹം കിടന്നിരുന്നത്. ആരെങ്കിലും ആരാധിച്ച് കിടന്നതായിരിക്കാം. അപ്പോൾ ഒരു പുല്ല് വെട്ടുന്ന സ്ത്രീ അതുവഴി വന്നപ്പോൾ പുല്ല് വെട്ടിയപ്പോൾ ഈ ശിവലിംഗത്തിൽ കൊണ്ടുവന്നും അതിൽ നിന്ന് ചോര വന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഈശ്വര ചൈതന്യമുണ്ട് കണ്ടിട്ട് പിന്നെ ഇവിടേക്ക് പ്രതിഷ്ഠിച്ചതാണ്. പിന്നീട് ഒരു കാലത്ത് വീണ്ടും അത് മറഞ്ഞു പോയിട്ട് വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് ചൈതന്യം തോന്നി ഈ സ്ഥാനം മാറ്റി പ്രതിഷ്ഠിച്ചതാകും. കാരണം എത്രയോ വർഷങ്ങളായിട്ടുള്ള ചൈതന്യമായിരിക്കും. ഇതിലേതാണ് ആദ്യം രണ്ടാമത് നടന്നതെന്നൊന്നും നമുക്കും അത്ര കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്നോട് ഒരു മേൽശാന്തി വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നും ആ ശിവലിംഗത്തിൻ്റെ പുറകിൽ വെട്ടുകൊണ്ട ആ ഒരു പാടുണ്ട് എന്ന്. ആ ഒരു കത്തി കൊണ്ട് വെട്ടുകൊണ്ട പാടുണ്ട്. അപ്പോൾ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് വെട്ടുള്ളത് കൊണ്ട് അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ശിവലിംഗം അല്ലേ, വേറൊരു സാധനം അതിൽ തൊടിയിക്കാൻ പറ്റില്ല. അപ്പോൾ ചന്ദനം ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ചിലപ്പോൾ ഒന്ന് പൊത്തി വെച്ചിട്ട് അഭിഷേകം നടത്തും. കുറച്ച് കഴിയുമ്പോൾ ചന്ദനം പോകും. എങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രത്യേകത ഈ ശിവലിംഗത്തിനുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2.5 അടി ഉയരമുള്ള ഒരു ശിവലിംഗമാണ്. മൊത്തത്തിൽ 3.5 അടി കാണും, ചിലപ്പോൾ പീഠത്തിൻ്റെ താഴോട്ടും ഉണ്ടല്ലോ. അപ്പോൾ അത്രയും അടി ഉയരമുള്ള ഒരു ശിവലിംഗമാണ് ഏറ്റുമാനൂരപ്പൻ്റേത്. പിന്നെ ഈ ഋഷഭവാഹനം എഴുന്നള്ളിക്കുന്നതും 4 പേര് ചേർന്നിട്ടാണ്. ഋഷഭവാഹനത്തിലെ കമ്പിൽ കെട്ടും. കമ്പിൽ കെട്ടിയിട്ട് ഋഷഭത്തെ വെച്ചിട്ട് അതിനും നല്ല പ്രഭയൊക്കെ ഉണ്ട്. അതിൽ ആ സിംഹാസനത്തിൽ ഋഷഭത്തിൻ്റെ മുകളിലായിട്ടാണ് ഭഗവാന്റെ വിഗ്രഹം എഴുന്നള്ളിക്കുന്നത്. അതിലിവിടുത്തെ മൂസവന്മാരായിട്ടുള്ളവർ 4 പേര് ചേർന്ന് 4 ഇല്ലക്കാരാണ്. 4 ഇല്ലത്തിൽ നിന്നും ഓരോരുത്തർ വന്നിട്ടാണ് ഇത് ഋഷഭവാഹനത്തിന് എഴുന്നള്ളിക്കുന്നത്. ടീച്ചറുടെ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അത് ഒരു കാലത്തും പറഞ്ഞാൽ തീരില്ലാത്ത അനുഭവമാണ്. ഈ പറഞ്ഞതുപോലെ എൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കുറച്ചുകൂടിയൊക്കെ പക്വത വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നാണെങ്കിൽ എനിക്കിപ്പോൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോയില്ലെങ്കിലും എൻ്റെ മനസ്സിലെപ്പോഴും ആ ഒരു പരിധിവരെ നമുക്ക് ഏറ്റുമാനൂരപ്പം എന്നുള്ള ചിന്തയുണ്ട്. അന്നത്തെ കാലത്ത് ഇന്നും പക്ഷേ ഈ ഒരു ഭൂമിയോടും ഈ ഒരു സ്ഥലത്തോടും ഇവിടെ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനോടും എനിക്ക് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഞാനത് സമ്മതിക്കുന്നു. എനിക്ക് എവിടെ ജോലി കിട്ടിയാലും ഒരുപക്ഷെ എനിക്ക് വിട്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ. പക്ഷെ അന്ന് കല്യാണ സമയത്തൊക്കെ എനിക്ക് ഇവിടുന്ന് വിട്ടുപോകാൻ മനസ്സിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കല്യാണ ആലോചനകൾ വരുന്ന സമയമായിരുന്നു. എല്ലാം പുറത്തു നിന്നൊക്കെയാണ് വന്നിരുന്നത്. അപ്പം ഞാൻ ഏറ്റുമാനൂരപ്പനോട് പിന്നെ നടയിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പം ഞാനെന്നും വളരെ ഒരു സഖാവായിട്ടും എൻ്റെ ഭർത്താവായിട്ടോ എൻ്റെ സ്നേഹിതനായിട്ടോ എൻ്റെ ഒരു സുഹൃത്തൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഞാൻ ധാരാളം സംസാരിക്കുമായിരുന്നു. വീട്ടിൽ പൂജാമുറിയിലാണെങ്കിലും നടക്കുമ്പോഴൊക്കെ എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത് ഏറ്റുമാനൂരപ്പനായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ ഒരു തരത്തിലും പറ്റില്ല. അപ്പം അങ്ങനെയാണ് നിനക്കും അങ്ങനെ ആയിരിക്കണമല്ലോ. എന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, ഒരു പാലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അപ്പോൾ എന്നെ കാണാതിരിക്കാൻ നിനക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ വിവാഹം ആലോചിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് സങ്കടമായി പൊട്ടിക്കരഞ്ഞു. അവിടുന്ന് പോയി. പിന്നീട് എനിക്ക് കല്യാണാലോചന വന്നപ്പോൾ അദ്ദേഹം കോഴിക്കോടാണ്, പക്ഷേ കോട്ടയം MRFലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോട്ടയത്ത് താമസിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റുമാനൂരാണ് ജോലി. പക്ഷെ എന്തിലും ഞാൻ വിചാരിച്ചു 20 മിനിറ്റിൻ്റെ ഉള്ളൂ ഇവിടെ വരാമെന്ന്. പക്ഷെ കോട്ടയത്ത് ഞങ്ങൾ പറഞ്ഞു വെച്ച വാടക വീട് റെഡിയായില്ല. കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ജോലിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു. പിന്നെ തൽക്കാലത്തേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊണ്ട് കൂടുതൽ കോണ്ടാക്റ്റ് ഇവിടെ ആയതുകൊണ്ട് ഏറ്റുമാനൂരിലെ തൽക്കാലത്തേക്ക് ഞങ്ങളൊരു വാടക വീടെടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ധാരാളം ഈ ക്ഷേത്രങ്ങളിലൊക്കെ എന്നും പോകുന്നയാളാണ്. അപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോയി വളരെ ഇഷ്ടമായി. പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു, അദ്ദേഹം കോഴിക്കോടാണെങ്കിലും പറയുമായിരുന്നു, ഏറ്റുമാനൂരപ്പനെ എന്നും ഉപാസിക്കണം, കൈവിടരുതെന്ന്. കാരണം അത്രമാത്രം ഒരു ഏറ്റുമാനൂരപ്പ ഭക്തനായിരുന്നു. പിന്നെ ചിലപ്പോൾ നിയോഗമായിരിക്കാം, എൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തിന് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് വഴിപാട് നേർന്നപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം ഇദ്ദേഹത്തെ കൊണ്ട് നടത്തിക്കാമെന്ന് നേർന്നു. അന്ന് കല്യാണവും വന്നിട്ടില്ല. കല്യാണം ഇവിടേക്കാണ് വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ കോഴിക്കോട്ടിരിക്കുന്ന അമ്മ നേർന്നത് ഇദ്ദേഹത്തെ കൊണ്ട് ഏറ്റുമാനൂർ ശയനപ്രദക്ഷിണം നടത്തിക്കാമെന്നാണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പൂർവ്വജന്മ നിയോഗമായിരിക്കാം. പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തിന് ക്ഷേത്രത്തിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടമായപ്പോൾ എന്നോട് പറഞ്ഞു,
നമുക്കെന്നാൽ ഏറ്റുമാനൂർ തന്നെ താമസിക്കാം, ഇവിടെ നിന്ന് 20 മിനിറ്റല്ലേ ഉള്ളൂ. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഞാനും കൂടെ ഒന്നിച്ച് ചെന്നിട്ടാണ് എൻ്റെയും കൂടെ സാന്നിധ്യത്തിലാണ് ഈ ശയനപ്രദക്ഷിണം നടത്തി ആ വഴിപാട് പൂർത്തിയാക്കിയത്. അപ്പം അങ്ങനെ പിന്നെ ഇപ്പം ഇത്രയും വർഷം ജനിച്ച് കല്യാണം കഴിഞ്ഞ് ഇപ്പോഴും ഏറ്റുമാനൂർ തന്നെ ജീവിക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ തരുന്നു. അതൊരു മഹാഭാഗ്യം തന്നെയായിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ടീച്ചർ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചതിൽ. എനിക്ക് തോന്നുന്നു ഏറ്റുമാനൂരപ്പനെ കാണാൻ വരുന്നവർക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു അറിവാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത്. നമസ്കാരം. നമസ്തേ.